നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പല ഗുസ്തി താരങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇതിൽ മാറ്റം വേണമെന്ന് തന്നെ പറയുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ രണ്ടാം ദിവസത്തെ വെയിങ്ങിൽ അതിൽ 1 കിലോഗ്രാം വരെയൊക്കെ അലവൻസ് കൊടുക്കാൻ തയ്യാറാകണം. കൂടാതെ ഭാരമെടുക്കുന്ന സമയം അതിൽ മാറ്റം വരുത്തണം. സെമി ഫൈനൽ ജയിക്കുന്നവർക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഉറപ്പാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമാക്കി തന്നെ, അതായത് ഈ കർക്കശമായ നിയമങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ ഗുസ്തി താരങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടി പ്രധാനപ്പെട്ടവർ രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും കാണുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് വേണം എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ടോ സനൽ? അതെ, തീർച്ചയായിട്ടും. അതായത് ഒരു റീതിങ്കിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജോർദാൻ ബുറോസ്, US-ൻ്റെ ജോർദാൻ ബുറോസ് പറഞ്ഞത് വളരെ കാര്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ അനുജ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ വെയിറ്റിനകത്തൊരു ചെറിയ എക്സെപ്ഷൻ കൊടുക്കണം, 100 ഗ്രാമിൻ്റെ കൊടുക്കണം. അതുപോലെ തന്നെ ടൈം, ഇതിപ്പോൾ ആദ്യത്തെ ദിവസം 30 മിനിറ്റും രണ്ടാമത്തെ ദിവസം 15 മിനിറ്റുമാണ് വെയിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ 15 മിനിറ്റ് കൂട്ടണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ നമുക്ക് ഒരു ഡോക്ടേഴ്സിൽ ഒരാൾ പരാജയപ്പെട്ടാൽ തന്നെ അയാളുടെ ജീവിതകാലം മുഴുവനുള്ള മെഡലല്ലല്ലോ തിരിച്ചെടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ ദിവസം ശരിക്കും യോഗ്യതയോടുകൂടി തന്നെയാണ് മത്സരിച്ചത്. 3 മത്സരം ജയിച്ച് ഫൈനലിലെത്തി. അപ്പോൾ അഷ്വേർഡാണ് സിൽവർ മെഡൽ. ആ അഷ്വേർഡായിട്ടുള്ള സിൽവർ മെഡൽ ഒരു നിയമത്തിൻ്റെ പേരിൽ റദ്ദാക്കപ്പെടുന്നത്. ആ നിയമം മാറ്റണമെന്നുള്ളതാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനകത്ത് കുറച്ച് കാര്യം ഇല്ലാതില്ല. ഈ റെസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ചില രസകരമായ ഇതുണ്ട്. അതായത് 6 മിനിറ്റാണല്ലോ റെസ്ലിംഗ്, ഇടയ്ക്ക് 30 സെക്കൻഡാണ് ഇൻ്റർവെൽ കൊടുക്കുന്നത്. ഈ 6 മിനിറ്റിനിടയ്ക്ക് ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ ആ അപ്പീൽ തള്ളിക്കളഞ്ഞാൽ എതിർ ടീമിന് 1 പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെരുതെരെ അപ്പീൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനകത്തും ഒരു ചലഞ്ച്, ഇപ്പോൾ ബാഡ്മിൻ്റനകത്ത് 2 ചലഞ്ചാണ് അനുവദനീയം. അപ്പോൾ ആ ചലഞ്ച് ഒരു ചലഞ്ചെങ്കിലും കൊടുക്കേണ്ട ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചിലപ്പം കളി കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്. എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരു റീതിങ്കിങ് ആവശ്യമില്ലേ? പ്രത്യേകിച്ച് ഈ രണ്ടാം ദിവസത്തെ വെയിങ്, ആദ്യത്തെ ദിവസം വെയ് ചെയ്ത ആൾ രണ്ടാമത്തെ ദിവസത്തിൽ പോകുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ, നമ്മൾ നിയമം അനുസരിക്കുന്നു തന്നെ വിചാരിക്കുക, 100 ഗ്രാം കൂടിപ്പോയി, അത് തെറ്റാണ്, നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി. പക്ഷേ എന്തുകൊണ്ട് തലേദിവസം അഷ്വേർഡായ സിൽവർ കൊടുക്കുന്നില്ല? ഇപ്പോൾ ഇവിടെ സിൽവർ കൊടുക്കാതെ സെമി ഫൈനലിൽ കടന്ന ആളിനെ ഫൈനലിലേക്ക് സെമി ഫൈനലിൽ വിനേഷിനോട് തോറ്റ ആളിനെ ഫൈനലിലേക്ക് കടത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ 1 സ്വർണ്ണം 1 വെള്ളി 2 വെങ്കലമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 1 മെഡൽ ഇനിയിപ്പോൾ അടുത്ത വെങ്കലം ആർക്ക് കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴാണല്ലോ റീതിങ്കിങ്ങും മറ്റു നിയമങ്ങൾ നമ്മൾ മാറ്റുന്നത്. ഒരു നിയമവും പൊളിച്ചെഴുതാൻ പറ്റാത്തല്ലോ. ഇത് കാര്യമായി ചർച്ച ചെയ്ത് അത് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളവരല്ലേ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 6 തവണ ലോക ചാമ്പ്യനായ ഒളിമ്പിക് സ്വർണം നേടിയ അമേരിക്കൻ താരമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാറ്റേണ്ട കാലമായിരുന്നു. അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ലേ UWW.